ദിസ് ഇസ് പാർട്ട് 2 ഓഫ് ബോഡി ഷേമിങ്. ഇതൊരു വിയേർഡ് കാറ്റഗറി ആളുകളോടാണ്. ഫോർ എക്സാമ്പിൾ, ഒരാൾ അയാളുടെ വെയിറ്റ് കുറച്ച് വരുന്ന ടൈമിൽ കണ്ടോ, ഞാൻ അയാളെ ബോഡി ഷെയിം ചെയ്തത് കൊണ്ടല്ലേ അയാൾ വെയിറ്റ് കുറച്ചത്, അപ്പോൾ ഞാൻ അയാൾക്ക് നല്ലൊരു കാര്യമല്ലേ ചെയ്തത്, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളോട്. ബോഡി ഷേമിങ് കാരണം ഒരു പേഴ്സൺ ചേഞ്ച് ചെയ്യുന്നത് എന്താണെങ്കിലും അതിൽ ആങ്സൈറ്റി ക്രിയേറ്റഡ് ആവാനുള്ള പോസിബിലിറ്റി ഭയങ്കര ഹൈ ആണ്. ഞാൻ എന്തെങ്കിലും എൻ്റെ പഴയ സ്റ്റേറ്റിലേക്ക് എത്തുമോ, ഞാൻ ഇനിയും ചേഞ്ച് ചെയ്യേണ്ടതുണ്ടോ, എന്നെ ആളുകൾ ആക്സെപ്റ്റ് ചെയ്തു തുടങ്ങിയോ, എപ്പോഴും ഇങ്ങനെയുള്ള പേടി അവരിൽ എക്സിസ്റ്റഡ് ആയിരിക്കും. ഇത് അവരുടെ കണ്ടീഷൻ കൂടുതൽ വേഴ്സാക്കുകയും ചെയ്യും. ഇനി ചില ആളുകൾ ബോഡി ഷെയിം കാരണം അൺഹെൽത്തി ആയിട്ടുള്ള ബോഡി ട്രാൻസ്ഫോർമേഷന് വേണ്ടി ശ്രമിക്കും. ഇത് ഈറ്റിംഗ് ഡിസോർഡർ പോലെയുള്ള കണ്ടീഷന് കാരണമാകും. അനോറെക്സിയ നെർവോസ, വണ്ണം വെക്കുമെന്ന് പേടിച്ച് ഫുഡ് കഴിക്കാതെ ഇരിക്കുക. അണ്ടർ വെയ്റ്റ് ആയാൽ പോലും എനിക്ക് വളരെയധികം വണ്ണമുണ്ട് എന്ന് കരുതുക. അടുത്തത് ബുലീമിയ നെർവോസ, കുറച്ച് സമയത്തിനുള്ളിൽ കുറെ അധികം ഫുഡ് കഴിക്കുക, അതിനുശേഷം ഒന്നില്ലെങ്കിൽ അത് വൊമിറ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക. ഇതാണ് അതിൽ നിന്നുണ്ടാവുന്ന സ്ട്രെസ്സിൽ നിന്നും ഇമോഷനിൽ നിന്നും പുറത്തു വരാനായി അവർ ചെയ്യുന്നത്. അതായത് ഫുഡ് കഴിച്ചതിന് ശേഷം ഗിൽറ്റ് ഫീൽ ചെയ്യാൻ തുടങ്ങുക, ഷെയിം ഫീൽ ചെയ്യാൻ തുടങ്ങുക, ലോസ് ഓഫ് കൺട്രോൾ ഫീൽ ചെയ്യാൻ തുടങ്ങുക. ഇതെല്ലാം കാരണം തന്നെ ഒരിക്കലും ബോഡി ഷേമിങ്ങിനെ ഒരു നല്ല കാര്യമായോ മോട്ടിവേഷനായോ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ബി കൈൻഡ് ടു പീപ്പിൾ അറൗണ്ട് യു.